നമസ്കാരം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു ഷോപ്പിംഗ് മാളിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ കുട്ടി സഖാക്കൾ SFIക്കാർ തല്ലുന്നത് കണ്ട് കേരളം ഒരിക്കൽ ഞെട്ടിയതാണ്. പക്ഷേ ഇന്ന് വീണ്ടും കേരളം ഞെട്ടിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന തലതെറിച്ച SFIക്കാർക്കെതിരെ അല്ല കേസെടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ നിയമം പരിപാലിക്കാൻ ചുമതലപ്പെട്ട ഒരു യൂണിഫോം ഇട്ട പോലീസുകാരനെ തല്ലുക, അയാൾ യൂണിഫോം ഇട്ടിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും മതിയായ കാരണങ്ങൾ ഉണ്ടായാൽ പോലും തല്ലുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവാഴ്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സേനകളിൽ ഒരാളെ തൊട്ട് കളിച്ചാൽ അവനെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ കുറ്റം ആവർത്തിക്കാതിരിക്കാൻ തക്ക തരത്തിലുള്ള ശിക്ഷ ഉറപ്പാക്കാറുണ്ട് പോലീസ് സേന. അത് നമ്മുടെ നിയമം പരിപാലിക്കുന്നതിന്, ലോ ആൻഡ് ഓർഡർ നിലനിർത്തുന്നതിനെല്ലാം അത്യാവശ്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത്, കേരളം എല്ലാത്തിലും നമ്പർ 1 ആണല്ലോ, ആ സംസ്ഥാനത്ത് തലതെറിച്ച SFIക്കാർക്ക് എതിരെയല്ല കേസ്. അവർക്കെതിരെയും കേസുണ്ട്, പക്ഷേ വളരെ ചെറിയ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കേസാണ്. പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിരിക്കുകയാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് പാവപ്പെട്ട SFIക്കാരെ മർദ്ദിച്ചതടക്കമുള്ള കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസുകാരനെതിരെ മാത്രമല്ല, അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഈ പറയുന്ന ക്രൂരകൃത്യത്തിനൊക്കെ സാക്ഷിയാകേണ്ടി വന്ന, അത് തടയാൻ ശ്രമിച്ച ആ പറയുന്ന ആ പോലീസുകാരൻ്റെ സഹോദരിയെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായും മറ്റൊരു ഞെട്ടലിൻ്റെ കാരണമാണ്. ഈ പോലീസ് സേനയിൽ ഒന്നടങ്കം വലിയ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്. അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള പോലീസിൽ ഈ പറഞ്ഞ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതായത് എന്തിനാണ് ആ SFIക്കാർ മർദ്ദിച്ചത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ കഴിഞ്ഞുപോയ പുതുവത്സര ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 31 ശംഖുമുഖത്ത് അഴിഞ്ഞാടിയതാണ് ഈ SFIക്കാർ. അവരുടെ അഴിഞ്ഞാട്ടത്തെ പ്രതിരോധിച്ചു. രാത്രി 12 മണിവരെയാണ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടത്താൻ അനുമതി ഉണ്ടായിരുന്നത്. അത് നിയമമാണ്, പോലീസുകാരുണ്ടാക്കിയ ചട്ടമല്ല. നിയമം പറയുന്നു 12 മണിവരെ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അത് ആ നിയമം കൃത്യമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. കാരണം നേരം പുലരുവോളം ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കാറുണ്ട് ലോകമെമ്പാടും. കേരളത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ആഘോഷം 12 മണിവരെ റെസ്ട്രിക്റ്റ് ചെയ്തതെന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു നിയമം ഉണ്ടായ സ്ഥിതിക്ക് അത് പരിപാലിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ സമയപരിധി കഴിഞ്ഞും അഴിഞ്ഞാടിയ സഖാക്കളെ വിരട്ടി ഓടിക്കേണ്ടി വന്നു പോലീസിന്. ആ സമയത്ത് ചില തല്ലലും തലോടലും ഒക്കെ ഉണ്ടായെന്നിരിക്കും. അതിനെതിരെയാണ്, അന്ന് തല്ലിയതിനെതിരെ നോക്കി വച്ചിട്ടാണ് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഈ സഖാക്കൾ തങ്ങളുടെ ഭരണകാലഘട്ടമാണല്ലോ, വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പട്ടാപ്പകൽ തല്ലിയത്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം, ഇതിനെതിരെ കേസെടുക്കുന്നതിന് പകരം ആ പോലീസ് ഉദ്യോഗസ്ഥനെ കേസിൽ കൊടുക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാട്. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണെങ്കിലും അത് ഭരിക്കുന്നത് വേറെ ആളുകളാണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. അത്തരം സൈക്കോകൾ ഭരിക്കുന്ന നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ പോലീസുകാർ എന്തായാലും ഞെട്ടലിലാണ്. അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അവരുടെ പ്രതിഷേധം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ സീൻ കട്ട് ചെയ്ത് റീലാക്കി അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി പ്രചരിപ്പിച്ചുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം മേലുദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിക്കുന്നത്. കാരണം ഭരണകക്ഷിയുടെ ഭീഷണിക്ക് വഴങ്ങി, ഭരണകക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം സഹപ്രവർത്തകനെതിരെ കേസെടുത്തിരിക്കുന്നു. അതും അതിക്രൂരമായ രീതിയിൽ ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നു. അതിനെതിരെ സേനാംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. കമ്മീഷണർ എന്ന സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഭരത്ചന്ദ്രൻ IPS എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗാണ്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ ഡയലോഗ്, അതായത് കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് പൊട്ടി ചോരയൊലിപ്പിച്ച് നിന്നാലും തനിക്ക് നോവില്ല എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് അത് മാത്രം കട്ട് ചെയ്ത് പശ്ചാത്തല സംഗീതമൊക്കെ ഉൾപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നാകെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇപ്പോൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെയാണ് അവരുടെ രോഷം മുഴുവൻ. കാരണം അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, SFIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ഉദ്യോഗസ്ഥനെ കുരുതി കൊടുത്തത് എന്നൊരു അഭിപ്രായം പോലീസ് സേനയിൽ ഒന്നടങ്കമുണ്ട്. എന്തായാലും പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ ആ സംഭാഷണം കട്ട് ചെയ്ത് സ്റ്റാറ്റസ് ആക്കി പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിഷേധിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.